ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലെ ഒരു വ്യോമസേന താവളം ആക്രമിച്ചു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ മുഴുവൻ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. മരണസംഖ്യ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 6 പേരാണ് മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ആക്രമണം ഉണ്ടായിരുന്നെങ്കിലും ബംഗ്ലാദേശ് പുറത്തുവിടുന്ന വാർത്ത അനുസരിച്ച് ഒരാൾ മാത്രമാണ് ഇതിൽ മരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ആക്രമണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള പല ആക്രമണങ്ങൾ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ വാർത്തകളൊന്നും തന്നെ പുറത്തു വരാതെ അവിടെ തന്നെ അതിനെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അവിടെയുള്ള യുഎൻ സർക്കാരിന് കഴിയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ മുഴുവൻ അനിശ്ചിതാവസ്ഥയും പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം വന്ന വാർത്താ പ്രകാരം വാർത്തകളുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ പ്രകാരം ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലെ ഒരു വ്യോമസേനാ താവളമാണ് ഇപ്പോൾ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത്. അൺനോൺ മിസ്ക്രിയൻസ് ആണ് ഇത് ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാനായി സാധിക്കുന്നത്. അതായത് ഇത് ആരാണ് ആക്രമിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ബംഗ്ലാദേശ് സർക്കാരിനോ സൈന്യത്തിനോ യാതൊരുവിധ അറിവുമില്ല. നേരത്തെ വന്ന വാർത്തകൾ പ്രകാരം ബംഗ്ലാദേശിലെ അവിടെ താമസിക്കുന്ന പൗരന്മാരും അവിടെയുള്ള സൈനികരും തമ്മിൽ വലിയൊരു കലശലായിട്ടുള്ള ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരായിരിക്കും ആക്രമിച്ചതെന്ന് അവർ കരുതിയെങ്കിലും പക്ഷേ അവരല്ല എന്നിപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ കോക്സ് ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കൻ ആർമിക്ക് വളരെ ശക്തിയുള്ള ഒരു സ്ഥലമാണ്. ആ കോക്സ് ബസാറിലെ അരക്കൻ ആർമി, അരക്കൻ സൈന്യമാണോ ഇത് ആക്രമിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു മരണമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചു. 12 പേർക്ക് പരിക്കേറ്റുന്നു എന്ന് അറിയാൻ സാധിച്ചുവെങ്കിൽ എന്നാൽ ഇന്ന് 6 പേർ മരിച്ചിരിക്കുന്നു. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിൽ യുഎൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ അതിർത്തിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു വ്യോമസേനാ താവളമാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ നിന്ന് വയർലെസ് സന്ദേശങ്ങൾ അറബി ഭാഷയിൽ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും വലിയ ആക്രമണമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത്. വ്യോമസേനാ താവളത്തിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു, നഷ്ടം സംഭവിച്ചു, പല വസ്തുക്കളും കത്തി നശിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും നമുക്ക് പുറത്തു വരുന്നു. തെക്ക് കിഴക്കൻ അറ്റത്തുള്ള കോക്സ് ബസാറിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇതൊരു ഭീകരാക്രമണമാണോ എന്നാണ് പല ആൾക്കാരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ കടന്നു കയറിയ ശേഷം ബംഗ്ലാദേശിൽ അങ്ങിങ്ങായി പല ആക്രമണങ്ങളും നടക്കുന്നുണ്ട്. പാകിസ്ഥാനെ ബംഗ്ലാദേശിൽ തന്നെ ആനയിച്ച് അവിടെയുള്ള റോഹിംഗ്യൻ മുസ്ലിംസിന് തീവ്രവാദ പരിശീലനം നൽകി ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാനായിരുന്നു അവിടെ പദ്ധതി എന്ന് പറയുന്നത്. അതിനായി ബംഗ്ലാദേശിൽ ഇപ്പോൾ വരുന്ന ചരക്ക് കപ്പലൊക്കെ പരിശോധിക്കാതെ തന്നെ ആ ചരക്ക് കപ്പൽ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രോവിൻസും ഇപ്പോൾ യുഎൻ സർക്കാർ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ വരുന്നത് മുഴുവൻ ആയുധങ്ങളും ഭീകരവാദികളുമാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അവരാണോ ഇനി ആക്രമിച്ചതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നിൽ മറ്റേതെങ്കിലും രാജ്യമാണോ എന്നും അറിയാത്തൊരു സാഹചര്യത്തിൽ പകച്ചു നിൽക്കുകയാണ് നിലവിൽ ബംഗ്ലാദേശ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ലഭ്യമായ വിവരം അനുസരിച്ച് കോക്സ് ബസാറിലെ പ്രാന്തപ്രദേശത്തിനടുത്തുള്ള ഒരു വ്യോമസേനാ താവളത്തിൽ തീവ്രവാദികൾ ആക്രമണം നടത്തിയെന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത്. ഏതോ കാരണത്താൽ പ്രദേശവാസികളും വ്യോമസേനാ ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷം ഉടലെടുത്ത സമയത്താണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വ്യോമസേനാ ഉദ്യോഗസ്ഥർ പ്രദേശം വിട്ട് കൃഷ്കിൽ ഭവന പദ്ധതിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വ്യോമസേനാ താവളം അവിടെ വേണ്ട, അവിടെ നിന്നും എടുത്ത് മാറ്റണം എന്നുള്ളതാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിൽ പല ഭാഗത്തും അരക്കൻ ആർമി ഇതുപോലെ കീഴടക്കി അവിടെയുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശികളെയും ആട്ടിപ്പായിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വിട്ടതാണ്. അതിൻ്റെ ഒരു തുടർക്കഥയാണോ ഇത്, ഈ ആക്രമണം എന്നുള്ള ചർച്ചയും ഇപ്പോൾ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.